ലോകത്തുള്ള എല്ലാ അഭയാർത്ഥികൾക്കും അഭയം നൽകാൻ ഇന്ത്യ ധർമ്മശാലയല്ലെന്ന് സുപ്രീം കോടതി. ഇന്ത്യയിൽ അഭയം നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രീലങ്കയിൽ നിന്നുമുള്ള തമിഴ് പൗരൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളാകാൻ എത്തുന്നവർക്ക് അഭയം നൽകാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന നിരീക്ഷണം. ഇന്ത്യ ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ധർമ്മശാലയല്ല എന്നും കോടതി പറഞ്ഞു. നിരോധിത സംഘടനയായ LTTയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് 2015 അറസ്റ്റിലായ ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് പൗരന്റെ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. UAPA പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ 2018 വിചാരണ കോടതി 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. 2022 മദ്രാസ് ഹൈക്കോടതി ശിക്ഷ 7 വർഷമായി വെട്ടിക്കുറച്ചു. എന്നാൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിട്ടുപോകണമെന്നും അതുവരെ ഡീപ്പോർട്ടേഷൻ ക്യാമ്പിൽ കഴിയണമെന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ത്യയിൽ താമസിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഭാര്യയും മക്കളും ഇന്ത്യയിലാണെന്നും ശ്രീലങ്കയിൽ താമസിക്കാൻ സാധിക്കില്ലെന്നും ഹർജിക്കാരൻ വാദിച്ചു. എന്നാൽ സ്ഥിരതാമസമാക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന് കോടതി ചോദിച്ചു. ആർട്ടിക്കിൾ 19 പ്രകാരം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാനുള്ള മൗലികാവകാശം പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ എന്ന് ജസ്റ്റിസ് ദത്ത കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, അമൃത TV.